ജന്തർ മന്ദറിൽ നടന്ന CJP സമരത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. പെല്ലറ്റ് ആക്രമണത്തിൽ കേസെടുക്കണം എന്നതാണ് രാഹുൽ ഉയർത്തുന്ന ആവശ്യം. ആക്രമണത്തിനിരയായ സഹിൽ എന്ന വിദ്യാർത്ഥിക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഈ സ്റ്റേഷന് മുന്നിൽ ഇരിക്കുന്നത്. സഹിലിനും സഹിലിന്റെ അമ്മയ്ക്കുമൊപ്പം FIR രജിസ്റ്റർ ചെയ്യുന്നത് വരെ സമരം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 2 വട്ടം പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി DCPക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ ഉടനടി കേസെടുക്കണമെന്നും FIR ഇടാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച രാഹുൽ ഈ ഭയം കുറ്റം സമ്മതിക്കലാണ് എന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. 14 तारीख को कनॉट प्लेस में पैलेट गन का प्रयोग हुआ. उसका सबूत क्या है? 20 जुलाई को पैलेट गन का प्रयोग हुआ. उसका सबूत क्या है? सबूत ये है, देखिए ये है पैलेट्स, देख लीजिए इनको अच्छी तरह देख लीजिए. ये देखिए ये है पैलेट्स. ये कहां से आए? ये इनके शरीर से आए. दिखाओ, ये इनके यहाँ लगे छर्रे, 200 छर्रे इनके शरीर के अंदर है. 3 छर्रे इनके आंख में है. वो फाइल दिखाओ. एम्स की रिपोर्ट, लेडी हार्डन की रिपोर्ट, जिसमें साफ लिखा है कि इनको एम्स की एरी, जिसमें साफ लिखा है कि इनके शरीर में 200 से ज्यादा छर्रे हैं. आंख में 3 छर्रे हैं. आंख इनकी खो गई है. उस आंख से वो नहीं देख पाएंगे. और इनके दिल के पास, बिल्कुल दिल के पास छर्रे हैं जो छुए नहीं जा सकते हैं. दिल्ली पुलिस ने कहा कि हमने छर्रे नहीं चलाए. तो एक ही सवाल है, अगर आपने नहीं चलाए तो किसी ने तो ये छर्रे चलाए होंगे. शायद किसी और ने इन पर छर्रे चला दिए, और अगर किसी और ने नहीं चलाए तो पता नहीं, शायद इन्होंने ही छर्रे चला दिए हों. मगर क्राइम तो हुआ है. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് കേട്ടത്. എന്തിനാണ് അമിത്ഷാ ഭയപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. എന്തായാലും സംഭവത്തിൽ വ്യക്തമായ മറുപടി ഇതുവരെ പോലീസിന് നൽകാനായിട്ടില്ല. വിഷമവൃത്തത്തിലാണ് പോലീസ് എന്നതാണ് മനസ്സിലാകുന്നത്. കേസെടുക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം. കൂടുതൽ കൂടിയാലോചന ആവശ്യമാണ് എന്നതും അറിയിക്കുന്നുണ്ട് സ്ഥലത്തെത്തിയ DCP. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് DCP ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് അതിക്രമം ഉണ്ടായി എന്ന ആരോപണം വലിയ ശക്തമായിരുന്നു. ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി 5 അംഗ ഉന്നതാധികാര സമിതിയെ രൂപവൽക്കരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് R സുഭാഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ അന്വേഷണ സമിതിയാണ് കോടതി നിയോഗിച്ചിരിക്കുന്നത് ഇത് അന്വേഷിക്കാനായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടെ പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, മറ്റ് സുരക്ഷാ സേനകൾ എന്നിവരിൽ നിന്ന് സമരക്കാർക്ക് നേരെ അതിക്രമമുണ്ടായെന്ന ആരോപണത്തിലാണ് സമിതി അന്വേഷണം നടത്തുക. ഇതിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം അന്വേഷണം നടത്തണമെന്നും ഇതിന് മുൻഗണന നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പുറമെ സമരക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്, ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗം, ലാത്തിചാർജ് തുടങ്ങിയവയിലും അന്വേഷണം ഉണ്ടാകും എന്നതാണ് വ്യക്തമായിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹിയിൽ നടക്കുന്നത്. ഈ കോടതി ഇടപെടലിന് പിന്നാലെയാണ് ഡൽഹിയെയും കേന്ദ്ര സർക്കാരിനെ മുൾമുനയിലാക്കി ഇങ്ങനെ ഒരു പ്രതിഷേധം രാഹുലിന്റെ ഭാഗത്തു നിന്ന് അരങ്ങേറുന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് നടത്തിയ പ്രതിഷേധത്തിന് സമാനമായ ഒരു മിന്നൽ സമരത്തിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രസക്തിയുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ, വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. അവിടേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി എത്തി. ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂർ പിന്നിട്ട് 5-ാം മണിക്കൂറിലേക്ക് ഈ സമരം, ഈ പ്രതിഷേധം അവിടെ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. എന്താണ്
പോലീസിന്റെ നീക്കം കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാകുമോ? ഒരു തരത്തിലും പിന്മാറില്ല എന്ന് രാഹുൽ പറയുന്ന സാഹചര്യത്തിൽ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? രേണുക ഇപ്പോൾ ഒരു ഡെഡ് ലോക്കിലാണ് നിൽക്കുന്നത് എന്ന് പറയാം. കാരണം FIR എടുക്കാതെ താൻ അവിടെ നിന്ന് പ്രതിഷേധത്തിന് അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധി തുടക്കം മുതൽ മുന്നോട്ട് വെക്കുന്നത്. FIR എടുക്കില്ല എന്നുള്ള നിലപാടിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഔദ്യോഗികമായ ഏതെങ്കിലും തരത്തിൽ അനുരഞ്ജന ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല. നേരത്തെ ഈ പോലീസുകാരുടെ തലത്തിൽ നിന്ന് ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. DCPയുമായി ചില ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു. അവർ അനൗദ്യോഗികമായിട്ടുമൊക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ BJPയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഏതെങ്കിലും ചർച്ചകൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇത് സംഭവം ഇങ്ങനെയാണ്. നേരത്തെ ഈ ജൂലൈ 20 നടന്ന ഒരു പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ ജന്തർ മന്ദിൽ നടത്തിയ ഒരു പ്രതിഷേധത്തിലാണ് സാഹിൽ ലോച്ചാപ്പ് എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിക്ക് പെല്ലറ്റ് തോക്കിൽ നിന്നുള്ള വെടി ഏൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും കണ്ണിലും വലത് തോളിലുമെല്ലാം വെടിയേറ്റു. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു. വലത് കൈയുടെ ചലനശേഷിക്ക് വലിയ തടസ്സമുണ്ടായി. ആ സമയത്ത് തന്നെ സാഹിബ് അവിടെ പരാതി നൽകിയിരുന്നു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്നത് സ്വാഭാവികമായും ഈ ജന്തർ മന്ദിർ എല്ലാം ഉൾപ്പെടുന്ന സ്ഥലത്ത് വരുന്ന പോലീസ് സ്റ്റേഷനാണ്. അവിടെ പരാതി എഴുതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി സ്വീകരിക്കാനോ FIR ഇടാനോ ഒന്നും അന്ന് പോലീസ് തയ്യാറായില്ല. അതിനുശേഷം ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 17-ാം തീയതി വീണ്ടും ഒരു മെയിൽ അയച്ചു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മെയിൽ അയച്ചു. മെയിൽ അയച്ചിട്ടും അതിന് ഏതെങ്കിലും FIR ഇടാൻ പോലീസ് തയ്യാറായില്ല. അതേ തുടർന്നാണ് വിഷയം രാഹുൽ ഗാന്ധിയുടെ മുന്നിലെത്തുകയും രാഹുൽ ഗാന്ധി താൻ ഒപ്പം പോലീസ് സ്റ്റേഷനിൽ വരാം എന്നത് അറിയിക്കുകയും രാഹുൽ ഗാന്ധിക്കൊപ്പം സാഹിബ് ലോച്ചായും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പരാതി നൽകുന്നു. പരാതി നൽകിയിട്ട് FIR ഇടണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ പോലീസ് തൽക്കാലം FIR ഇടാനാവില്ല, ഞങ്ങൾ പരിശോധിക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ നിയമപരമായി ഏതെങ്കിലും ഒരു പരാതി കിട്ടിയാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ FIR ഇടണം. അല്ലെങ്കിൽ FIR ഇടാൻ കഴിയില്ലെങ്കിൽ അത് തള്ളിക്കളയുന്നതിൻ്റെ കാരണം അറിയിക്കണം. ഇതാണ് ഇന്ത്യയുടെ സാധാരണഗതിയിലുള്ള നിയമം. പക്ഷേ പരിശോധിക്കണം എന്ന് അവർ ഇപ്പോൾ പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ജൂലൈ 20 നടന്ന സംഭവമാണ്. 20 ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഇത്ര കാലമായിട്ടും അത് പരിശോധിക്കുന്നില്ല. ഇമെയിൽ വഴി പരാതി നൽകുന്നു, എന്നിട്ടും അത് പരിശോധിക്കുന്നില്ല. വീണ്ടും ചെല്ലുമ്പോഴും FIR എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. FIR എടുക്കാതെ പിൻവാങ്ങില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തു. ഞാൻ അല്ലെങ്കിൽ പുറത്ത് കുത്തിയിരിക്കും എന്ന് പറയുന്നു. അസാധാരണമായ ഒരു സാഹചര്യമാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുക എന്ന് പറയുന്ന അത്തരം ഒരു സമരത്തിലേക്കൊന്നും സാധാരണഗതിയിൽ നീങ്ങാറില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പലപ്പോഴും അപ്രതീക്ഷിതമായ ഇത്തരം ചില നീക്കങ്ങൾ, നമ്മൾക്ക് ചെറുത് എന്ന് തോന്നാവുന്ന ചില സമരങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ചില വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ നേരിട്ട് ഇടപെടുന്ന രീതിയൊക്കെ രാഹുൽ ഗാന്ധി മുമ്പും ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതി ഇവിടെ രാഹുൽ ഗാന്ധി അവലംബിക്കുന്നു. ആ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ അദ്ദേഹം കുത്തിയിരിക്കുന്നു. ഒപ്പം ആ വിദ്യാർത്ഥിയുടെ അമ്മയും അവർക്കൊപ്പം കുത്തിയിരിക്കുന്നു. ആദ്യം കുമാരി ഷെൽജിയാണ് ഒപ്പം ഉണ്ടായിരുന്നത്. പിന്നീട് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും കിരൺ, ഇവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് CJP സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഒരു സമരം രാഹുൽ ആസൂത്രണം ചെയ്യുന്നു. അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊരു മിന്നൽ വേഗത്തിലെടുത്ത തീരുമാനമായിരുന്നു. അത് വലിയ രാഷ്ട്രീയ മൈലേജ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാക്കുകയും ചെയ്തിരുന്നു. സമാനമായ നിലയിൽ ഒരു സമരമാണ്, അപ്രതീക്ഷിതമായ ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇത് നടക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അന്ന് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ വന്നാണ് രാഹുൽ ഗാന്ധി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷേ ഇന്ന് അത്തരം രംഗങ്ങളൊന്നും ഈ 5 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോലും നമ്മൾ കാണുന്നില്ല. അന്നത്തെ ഒരു പ്രാധാന്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിന് നൽകുന്നില്ല എന്ന് വേണമോ കണക്കാക്കാൻ? പ്രത്യേകിച്ച് സുപ്രീം കോടതി ഇടപെടലും അങ്ങനെ ഒരു അന്വേഷണ സമിതിയും വന്നതിന് ശേഷം നടക്കുന്ന സമരമായതുകൊണ്ട് തന്നെ രേണുവിനെ രണ്ട് തരത്തിൽ വേണം കാണാൻ. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെ സൈഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിലൊന്നും അവരുടെ ആവശ്യങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വഴങ്ങാനോ ചർച്ചയ്ക്കോ ഒന്നും തന്നെ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. ആകെ 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ അങ്ങനെ വ്യക്തമായും പിൻവാങ്ങേണ്ടി വന്നത്, അല്ലെങ്കിൽ ആവശ്യം അംഗീകരിച്ച് പരാജയം എന്ന് പറഞ്ഞാൽ ആ തരത്തിലേക്ക് വന്നത്. ഒന്ന്, കർഷക സമരത്തിന്റെ വിഷയത്തിലാണ്. കർഷക സമരം നടത്തിയത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല. BJPയെ അടക്കം അനുകൂലിച്ചുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗം കർഷകരാണ്. അത് UPയിൽ നിന്നാലും രാജസ്ഥാനിൽ നിന്നാലും ഹരിയാനയിൽ നിന്നാലും പഞ്ചാബിൽ നിന്നാലും എല്ലാം എത്തിയതോടുകൂടി ഉത്തരേന്ത്യൻ കൗ ബെൽറ്റിലെ കർഷകർ തന്നെ BJP സർക്കാരിന് എതിരാകുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചത്. പിന്നീട് ഏതെങ്കിലും ഒരു സമരത്തിന്റെ ആവശ്യം അംഗീകരിച്ച് ഒരു കേന്ദ്രമന്ത്രി അടക്കം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ CJPയുടെ സമരമാണ്. അതിന് ഒരു വ്യവസ്ഥാപിത
എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു കൂട്ടായ്മ മാത്രമായിരുന്നു. വളരെ വേഗത്തിൽ തുടങ്ങിയ കൂട്ടായ്മയാണ്. പക്ഷേ ആ കൂട്ടായ്മയിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു. അവർ ഉയർത്തിയ ആവശ്യം ന്യായമാണ് എന്ന തോന്നലിലേക്ക് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള, അതിപ്പോൾ കർഷകരായാലും തൊഴിലാളികളായാലും ഉദ്യോഗസ്ഥരായാലും അധ്യാപകരായാലും എല്ലാ തരത്തിലുള്ള ആളുകളും മാറുന്നു. ആ സമരത്തിന് മാനസികമായ പിന്തുണയും അല്ലാതെ ആളുകൊണ്ടുള്ള പിന്തുണയും ഒക്കെ ലഭിക്കുന്നു. ഇതേ തുടർന്നാണ് ഈ സമരക്കാരുടെ പ്രധാന ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. വെച്ചാൽ കേന്ദ്ര സർക്കാരിന് തന്നെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ. ഇതിൽ പൊതുസമൂഹത്തിന് CJP ഉന്നയിച്ച ആവശ്യങ്ങളോട് വലിയ തരത്തിൽ അനുഭാവമുണ്ട്. ഈ അനുഭാവം കണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിലെ ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതിൽ ശക്തമായി ഇടപെടുന്നതെന്ന് ഒരു രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അനുകൂലമായ രണ്ടാമത്തെ വിഷയം, സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു 5-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി അന്വേഷണം ആരംഭിക്കുകയാണ്. ആ സമിതിയുടെ മുന്നിൽ വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഈ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കാൻ ആരാണ് അനുമതി നൽകിയത് എന്നുള്ള ചോദ്യമാണ്. ലോക്സഭയിൽ ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചിരുന്ന ചോദ്യം ആരനുമതി നൽകി എന്നുള്ളതാണ്. കാരണം ഡൽഹി പോലീസിന്റെയും അർദ്ധസൈന്യത്തിൻ്റെ എല്ലാം നിയന്ത്രണമുള്ളത് ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി അമിത്ഷായാണ്. അമിത്ഷായ്ക്ക് ഒന്നുകിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ അമിത്ഷായുടെ കീഴിലുള്ള ആറ്റാരെങ്കിലും ഇതിന് ഈ ഔദ്യോഗികമായ അനുമതി നൽകിയിട്ടുണ്ട്. അതിന് അമിത്ഷാ അറിയാതെയാണോ ഇങ്ങനെ ഒരു അനുമതി നൽകിയത്? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആ വകുപ്പിൽ നടക്കുന്നത് അമിത്ഷായെ പോലെ ഒരാൾ അറിയുന്നില്ല എന്ന് വരുന്നത് ഒരിക്കലും BJPക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും കഴിയില്ല. ഇങ്ങനെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് BJP അനുഭാവികളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുകൂലിക്കുന്നവർ പോലും അംഗീകരിക്കില്ല. കാരണം സാധാരണഗതിയിൽ അതിർത്തിയിൽ ഏതെങ്കിലും തീവ്രവാദികളെ നേരിടാനോ അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള സാഹചര്യം കാശ്മീരിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലല്ല സാധാരണ ഒരു വിദ്യാർത്ഥി സമരത്തിന് നേരെ, അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലും നടക്കുന്ന സമരമല്ല. അതിനു മുമ്പ് സമരം ചെയ്ത് പരിചയമുള്ള ആളുകളൊന്നുമല്ല. ഡൽഹിയിലെ വിവിധ സർവകലാശാലകൾ പഠിക്കുന്ന കുട്ടികളാണ് പ്രധാനമായും സമരത്തിൽ നിന്ന്. ആ കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പെല്ലറ്റ് വന്ന് നമ്മുടെ നെഞ്ചിലാണ് പതിക്കുന്നതെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കണ്ണിലോ മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ തറച്ചാൽ അത് ഉള്ളിൽ തറച്ച് കയറിയിരിക്കാനും ആജീവനാന്ത കാലം ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ അംഗഭംഗം അല്ലെങ്കിൽ ശേഷി കുറവ്, കാഴ്ച പരിമിതി, കാഴ്ച നഷ്ടപ്പെടൽ, ചെവിയിൽ അടിച്ചാൽ കേൾവി ശക്തി നഷ്ടപ്പെടൽ, അങ്ങനെയുള്ള പല അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കോടതി അടക്കം അംഗീകരിക്കുന്ന ഒന്നല്ല. ഈ വിഷയം വീണ്ടും ഈ സുപ്രീം കോടതിയുടെ 5-അംഗ സമിതിയുടെ പരിഗണനയ്ക്ക് ഇത് കൊണ്ടുവരിക, സജീവമാക്കി നിലനിർത്തുക. ഈ രണ്ട് രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇത് അതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി ചെയ്തില്ല എന്നുള്ളതല്ല. പക്ഷേ ഇതിന് അനുകൂലമായി ഈ രണ്ട് രാഷ്ട്രീയ പരിസ്ഥിതികളുണ്ട്. BJPയെ സംബന്ധിച്ച് മറിച്ചൊന്നാണ്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി രേണുക തന്നെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നടത്തുന്നത് അപ്രതീക്ഷിതമായ ഒരു സമരമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കുള്ള വഴി തടഞ്ഞുകൊണ്ട് സമരം ചെയ്യുക എന്നുള്ളത് അസാധാരണമായ സമര നീക്കമായിരുന്നു. അങ്ങനെ ഒരു സമരത്തിലേക്ക് വന്നാൽ അതുണ്ടാക്കാവുന്ന വലിയൊരു പ്രത്യാഘാതം, അത് സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ കേന്ദ്രമന്ത്രിയെ തന്നെ രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് അയക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിന്നാൽ വഴങ്ങി സമരത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ള ഒരു രീതി അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം എടുക്കില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു പൊതുരീതി അറിയുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ സമരം എവിടം വരെ പോകട്ടെ, ഒരു സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുന്ന ഒരു ഘട്ടം വന്നാൽ അടുത്ത നീക്കം നടത്താം എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ഈ വിഷയത്തിനോടുള്ള പിന്തുണ, ആ പിന്തുണയുടെ ചാമ്പ്യൻ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് രണ്ടാമത് സുപ്രീം കോടതിയിലെ 5-അംഗ സമിതിയുടെ പരിഗണനയ്ക്ക് ഇതിൻ്റെ നിയമ വിഷയങ്ങൾ കൊണ്ടുവന്ന് അമിത്ഷായെ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ അമിത്ഷായുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു രംഗത്തെ കൊണ്ടുവരിക. മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി സമരം ചെയ്തെങ്കിൽ ചെയ്യട്ടെ, ഞങ്ങൾ അത് പോലീസുകാരുമായിട്ടുള്ള സമരമാണ്, പോലീസ് വേണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള രാജ്യത്തിൻ്റെ ഒരു വലിയ പദവിയുടെ ഒരു അംഗീകാരം നൽകാതെ അവഗണിച്ച് തള്ളുക എന്നുള്ള രീതി. തീർച്ചയായും എന്തായാലും ഇപ്പോഴും ആ സമരം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേസെടുക്കും വരെ അവിടെ തുടരും എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.